ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യേശുപിതാവിനോടും സകല വിശുദ്ധരോടും സകല മാലാഹമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ നമുക്കൊരു നിമിഷം അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിക്കുറിപ്പ് 138 സന്ദേശം. ഒരാത്മാവിന് തനിയെ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. എന്നാൽ കർത്താവിനോടുകൂടി അതിന് എല്ലാം സാധ്യമാണെന്ന് ഞാനിപ്പോൾ അറിയുന്നു. എന്തെല്ലാം ദൈവകൃപയ്ക്ക് ചെയ്യുവാൻ സാധിക്കുമെന്ന് കാണുക. ദൈവകൃപയെ കാംക്ഷിക്കുന്നവർ വളരെ വിരളമാണ്. ആ ഉൾപ്രേരണകളെ വിശ്വസ്തയോടെ അനുധാവനം ചെയ്യുന്നവർ അതിലും കുറവാണ്. ഫൗസ്റ്റീനയുടെ ഡയറിക്കുറിപ്പ് 138 സന്ദേശം. വിശുദ്ധ തനിക്ക് കിട്ടിയ ബോധ്യം നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. ഈശോ നമ്മളോട് പറയുന്നുണ്ട്, എന്നെ കൂടാതെ നിനക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. അപ്പസ്തോലനിലൂടെ പരിശുദ്ധാത്മാവ് നമ്മൾ ഇപ്രകാരം നമ്മളോട് പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്ന കർത്താവിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. ദുർബലരായ മനുഷ്യരെ ദൈവകൃപ കൊണ്ട് നിറഞ്ഞപ്പോൾ രക്ഷാകര ചരിത്രത്തിൻ്റെ അത്ഭുതങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. രക്ഷാകര ചരിത്രത്തിലെ അനേകം അത്ഭുതങ്ങൾ ദൈവകൃപ കൊണ്ട് നിറഞ്ഞ ദുർബലരായ മനുഷ്യരാൽ, ബലഹീനരായ മനുഷ്യരാൽ സംഭവിച്ച കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഒരു മഹാപ്രളയത്തിലൂടെ ജനം രക്ഷിക്കപ്പെടുക? എങ്ങനെയാണ് ഈജിപ്തിൻ്റെ ശക്തമായ ഇരുമ്പറയ്ക്കുള്ളിൽ നിന്ന് ഇസ്രായേൽ ജനം പുറത്തു കടന്നു വരിക? എങ്ങനെയാണ് ചെങ്കടലിന് മധ്യയിലൂടെ അവർ സഞ്ചരിക്കുക? എങ്ങനെയാണ് മരുഭൂമിയുടെ കാഠിന്യത്തിലും അവർ സംരക്ഷിക്കപ്പെടുക? എങ്ങനെയാണ് ശക്തനും അതുപോലെ തന്നെ മല്ലനുമായിട്ടുള്ള ഗോലിയാത്തിനെ ദാവീദ് എന്ന ബാലൻ ചെറുകല്ലുകൊണ്ട് തോൽപ്പിച്ചത്? എങ്ങനെയാണ് മണല് പോലെ ദുർബലമായ പത്രോസിൻ്റെ പുറത്ത് പാറ പോലെ ശക്തമായ അടിത്തറമേൽ തിരുസഭ പണിയപ്പെട്ടത്? എങ്ങനെയാണ് ദുർബലരായ ചിതറിക്കപ്പെട്ട അപ്പോസ്തലന്മാർ കൃപ കൊണ്ട് നിറഞ്ഞപ്പോൾ ശക്തരായി തീർന്നത്? ക്രിസ്തുവിന് വേണ്ടി ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ധീരതയോടെ രക്തം കൊണ്ട് പോലും സാക്ഷ്യം നൽകിയത്? എങ്ങനെയാണ് മറിയത്തിൻ്റെ ശൂന്യതയിലേക്ക് ദൈവം തൻ്റെ രക്ഷാകര രഹസ്യത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം ചെയ്തത്? എല്ലാം ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ചില സഹനത്തിൻ്റെ അവസരങ്ങളിൽ, അന്ധകാരത്തിൻ്റെ അവസരങ്ങളിൽ, പരാജയത്തിൻ്റെ അവസരങ്ങളിൽ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾക്ക് മുമ്പിൽ ഒക്കെ നിസ്സഹായരായി നിൽക്കുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പാണ്, ദൈവകൃപയ്ക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. എൻ്റെ ശൂന്യതകളിൽ, എൻ്റെ വീഴ്ചകളിൽ, എൻ്റെ ബലഹീനതകളിൽ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരാൻ, ദൈവം ആഗ്രഹിക്കുന്ന വിജയം അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കാൻ അവിടുത്തെ കൃപ കൊണ്ട് നിറയാൻ എന്നെ തന്നെ സമർപ്പിച്ചാൽ മതി. കർത്താവായ ഈശോയെ, ഞാൻ എന്നെ പൂർണ്ണമായിട്ട് അവിടുത്തെ കരുണയ്ക്കായിട്ട് സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയെ പോലെ കൃപ നിറഞ്ഞ് അവിടുത്തെ തിരിഹിതം പൂർത്തീകരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.